നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറ് വീർക്കുന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശരിയായിട്ട് ദഹനം നടക്കുന്നില്ല എന്നുള്ളതും, മലശോധന ശരിയായിട്ട് വരുന്നില്ല, അതുപോലെ വയറിന് വേദന ഉണ്ടാകുന്നു, ഗ്യാസ് അധികമായി പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഏമ്പക്കം പോലെ വരുന്നു, പൊളിച്ചു തകട്ടൽ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, കീഴ്വായു ശല്യം അധികമായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരം ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഇന്ത്യൻ ക്യൂസീനിൽ നമ്മുടെ രുചിയും മണവും നൽകാൻ ഏറെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു സുഗന്ധ വ്യഞ്ജനമായിട്ടുള്ളതാണ് ഹിംഗു അല്ലെങ്കിൽ അസവോയിറ്റിഡ, കായം എന്നൊക്കെ പറയുന്നത്. ഈ കായത്തിന് തന്നെ 2 തരത്തിലുണ്ട്, കറിക്കായവും പാൽക്കായവും ഉണ്ട്. പാൽക്കായം വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെവി വേദന, ആർത്തവ വേദന, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ദഹന സംബന്ധമായിട്ട് വയറ് വീർക്കുന്ന പ്രശ്നങ്ങളുണ്ട്, വയറിന് വേദന തോന്നുന്നു, വയറിന് വളരെയധികം കട്ടിപ്പ് അനുഭവപ്പെടുന്നു, ദഹിക്കാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മോരിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ചെയ്യാൻ പറ്റുന്നതാണ്. 1/4 സ്പൂണ് കായപ്പൊടിയും അതുപോലെ ഇഞ്ചിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ദഹന സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ്. ഇനിയിപ്പം ദഹനം വളരെ പ്രശ്നത്തിലുള്ള അസിഡിറ്റിയൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും മതി. അത് ഓരോരുത്തരുടെയും ഗട്ട് ഹെൽത്ത് നോക്കിയിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ആസ്മ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ആസ്മാരോഗികളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് കായപ്പൊടി അല്പം ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടോടെ തന്നെ കുടിക്കുകയാണെങ്കിൽ ആ ഒരു ശ്വാസം തിങ്ങലും ബുദ്ധിമുട്ടും ആസ്മയുടെ ബുദ്ധിമുട്ടും ഒക്കെ വളരെ പെട്ടെന്ന് മാറ്റുന്നതായിട്ടും കാണാറുണ്ട്. ഹിംഗുഷ്ണം പാചനം രുക്ഷ്യം തീക്ഷ്ണം വാദ ബലാശനുത് ശൂല ഗുൽമോദരാനാഹ കൃമിഗ്നം പിത്തവർദ്ധനം എന്ന് റെഫറൻസിൽ പറയുന്നുണ്ട്. ഇത് ദീപനവും പാചനവുമായിട്ടുള്ളതാണ്. ആർത്തവത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, വിഷഹര ശക്തിയുണ്ട്, അതുപോലെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് മേധ്യസ്ഥാപന ഔഷധ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർമിനേറ്റീവായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വയറുപെരുക്കം, വയറുവേദന, ദഹനക്കുറവ് ഇവയൊക്കെ അകറ്റുന്നതിന് കൂടെ മലബന്ധം, ഗുൽമം, മൂത്രതടസ്സം, അപസ്മാരം, അഗ്നിമാന്ദ്യം, ചുമ, ശ്വാസവൈഷമ്യം ഇത്തരം അസുഖങ്ങളൊക്കെ ശമിപ്പിക്കാനുള്ള അണുനാശക ശക്തി അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും അതുപോലെ വേർമിസൈഡ്, ക്രിമിഹര ശക്തിയൊക്കെ ഉള്ളതാണ്. ശ്വാസകോശജന്യ വികാരങ്ങളിൽ പച്ചക്കായം അതേപടിയും ഉദരവികാരങ്ങളിൽ കായം നെയ്യിൽ വറുത്തും കൊടുക്കാനാണ് സാധാരണ പറയാറുള്ളത്. കായം, ഓമം, കടുക്ക, ഇന്ദുപ്പ് ഇവ സമം അളവിലെടുത്ത് ഒന്നിച്ചുണക്കി പൊടിച്ച് 1 ഗ്രാം വീതം കുട്ടികൾക്ക് ആഹാരത്തിന് മുൻപ് കൊടുത്താൽ ദഹനശക്തി വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ 1 ഗ്രാം മുതൽ 5 ഗ്രാം വരെ കായം 250 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി എനീമ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്.